കാലാവസ്ഥ വിശേഷങ്ങൾ ഇത് അശ്വതി വിശ്വനാഥൻ പറഞ്ഞുതരും. അശ്വതി, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇന്നത്തെ പൊതുവിലെ ഒരു ദിനാന്തരീക്ഷ അവസ്ഥ? മഴയൊക്കെ പോയോ അതോ വരാനുള്ള സാധ്യതയുണ്ടോ? പലയിടത്തും കൊടും മഞ്ഞാണെന്നും പറയുന്നു. സേതു, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. സേതു പറഞ്ഞ പോലെ അത്യാവശ്യം ഇന്ന് ആശ്വാസമുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. കാരണം ഇന്നും അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് തൽക്കാലം മഴയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രത്യേക അലർട്ടോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ നാളെ മുതൽ ഈ തെക്കൻ കേരളത്തിന് സമീപം തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നാളെ മുതൽ കുറച്ച് ദിവസത്തേക്ക് അത്യാവശ്യ രീതിയിൽ മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടിയുള്ള ദിവസം കൂടിയാണ്. തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ ശക്തമായി കാറ്റ് വീശാനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴയായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഇങ്ങനെയൊക്കെയാണ്. അതേസമയം ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് താപനില എന്ന് പരിശോധിക്കാം. നിലവിൽ കോട്ടയം, തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ ജില്ലകളിലാണ് താപനില ഉയരാനുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. കോട്ടയം ജില്ലയിലാണ് കൂടുതൽ. കോട്ടയം ജില്ലയിൽ 35 ഡിഗ്രി സെൽഷ്യസും മറ്റു 3 ജില്ലകളിൽ തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ ജില്ലകളിൽ 34 ഡിഗ്രി സെൽഷ്യസും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുരക്ഷിതരായിരിക്കുക. നേരെ സേതുവിലേക്ക്. ഓക്കെ അശ്വതി.